കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 18 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ ബാക്കിയാണ്. അപ്പോൾ 19th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്കൂൾ കളക്റ്റഡ് 7,200 rupees. ഒരു സ്കൂള് 7,200 rupees കളക്ട് ചെയ്തിട്ടുണ്ട്. ഷെയർ ഇറ്റ് ഈക്വലി എമോങ് 9 സ്റ്റുഡൻസ് യൂസിങ് റെക്ടാംഗിൾ ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഇവരെ ഈ ഒരു എമൗണ്ട് എത്ര പേർക്കാണ് കൊടുത്തത്? 9 സ്റ്റുഡൻസിനാണ് കൊടുത്തത്. എങ്ങനെയാണ് കൊടുത്തത്? ഈക്വൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഈക്വൽ ആയിട്ട് എല്ലാവരും കൊടുക്കാലോ, പക്ഷെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് തന്നെ ചെയ്യണം അല്ലെ. ഡിവൈഡ് ചെയ്യാണ് അല്ലെ. 9 സ്റ്റുഡൻസിന് 7,200 rupees ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്, ശരിയല്ലേ? അപ്പൊ ഈച്ച് വണ്ണിനും എത്ര വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവും കണ്ടുപിടിക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെക്ടാംഗിൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പൊ എന്താ ചെയ്യാ? റെക്ടാംഗിൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. പോവാം. ഇതിന്റെ ആൻസറിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 7,200 rupees ഡിവൈഡ് ബൈ 9 എന്നുള്ള രീതിയിൽ റെക്ടാംഗിൾ വരച്ചിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? 9 ടൈംസ് എത്ര ചെയ്യുമ്പോഴാണ് 7,200 നമുക്ക് അറിയുന്നില്ല, പക്ഷെ നമുക്കറിയാം 72 കിട്ടും അല്ലെ. എത്ര ടൈംസ് ചെയ്യുമ്പോഴാണ് 72 കിട്ടുക? 9 ടൈംസ് 9 ടൈംസ് എന്ത് ചെയ്യുമ്പോഴാണ് കിട്ടുക? 9 ടൈംസ് 9 10 അല്ലല്ലോ. 9 ടൈംസ് 9 അല്ല, 9 ടൈംസ് 8 അല്ലെ. 8. പക്ഷെ നമുക്ക് വേണ്ടത് 72 അല്ലല്ലോ. 72 അല്ല, നമുക്ക് വേണ്ടത് 72 വേണം, 2 സീറോയും വേണം. അപ്പോൾ 7,200 കിട്ടണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ആ 2 സീറോ ബാലൻസ് ചെയ്താൽ മതി. ഇപ്പൊ ഓക്കെ ആവുമോ? ഓക്കെ ആവും. കാരണം 8 × 9 72, ദെൻ 2 സീറോസും കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ 7,200 തന്നെയാണ്. ചെയ്ത് നോക്ക് കേട്ടോ. ഇനി അത് ഓക്കെ ആയോ? ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയേ. ഇനി നമുക്ക് അധികം ചെയ്യാനില്ല. ആൻസർ കിട്ടി. റിമൈൻഡർ എന്താ വന്നേ? 0 ആണ് വന്നേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാനായിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിമൈൻഡർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്താ? 0 ആണ് കേട്ടോ. ഓക്കെ, ദെൻ മൂവ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. അപ്പൊ സി എന്ന് പറയുന്നത് 7,200 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 100 ആണോ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലാസ്റ്റ് 2 നമ്പേഴ്സ് എന്തായാൽ മതി? ഏതൊരു നമ്പറിന്റെ ലാസ്റ്റ് 2 നമ്പേഴ്സ് 00 ആണെങ്കിൽ, ലാസ്റ്റ് 2 zeros 00 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 100 ആണ്. അപ്പൊ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 100 ആയിരിക്കുമോ? ആണ്, കാരണം ലാസ്റ്റ് 2 സീറോ ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്താൽ this number അല്ലെങ്കിൽ 7,200 is divisible by 100. reason because last 2 digit അല്ലെങ്കിൽ last 2 numbers, ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഡിജിറ്റ്സ് സീറോസ് ആണ് കേട്ടോ. സീറോസ് ആണ്. എങ്ങനെ വന്നു? 00 വന്നു. ഓക്കെ, ഈസി അല്ലേ? ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് റൂൾസ് പഠിച്ചു വയ്ക്കുക. 2-ന്റെയും 4-ന്റെയും 5-ന്റെയും 10-ന്റെയും 100-ന്റെയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ റൂൾസ് നമ്മൾ പഠിച്ചു വെച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നമുക്കിവിടെ കുറച്ച് ചെയ്യാനുണ്ട്. എന്താണ്? റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് 324 × 24 ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ചെയ്യാം. 324-നെ 300 + 24 + 4 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. കണ്ടോ? പ്ലസ്. ഓക്കെ, 24-നെ 20 + 4 എന്നുള്ള രീതിയിലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ ആണോ? ഓക്കെ. ഇനി അതവിടെ റെക്ടാംഗിൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചെയ്യാനുള്ളത് റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വേറെ ഒരു മെത്തേഡും അപ്പൊ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ പോണേ. അപ്പോ നമുക്ക് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 300 അല്ലേ. അപ്പൊ 300 ഇൻറ്റു ലെഫ്റ്റ് സൈഡിൽ 20 ഉണ്ട്, 20 അല്ലെ. 300 × 20 എന്താണ്? 3 × 2 എന്താണ്? 6 ആണ്. പിന്നെ എത്ര സീറോസ് അവിടെ കാണാനുണ്ട്? 3 അല്ലേ. ആ 3 സീറോസ് ആഡ് ചെയ്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നിൽക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ മെത്തേഡിന് ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സിമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ മെത്തേഡ് ചെയ്യുന്നത് കേട്ടോ.
ഇനി 20 അപ്പൊ 20 ഇൻറ്റു 20 എന്ന് എഴുതി. ദെൻ 2 4 അല്ലേ. ദെൻ ആഡ് 2 സീറോസ്, 2 സീറോസ് എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് 20 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പൊ 20 ഇൻറ്റു 4, 2 ഇൻറ്റു 4 8 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു സീറോയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ. ദെൻ ലാസ്റ്റ് നമുക്കൊരു 4 ഇവിടെ കാണാനുണ്ട്. ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ ടോപ്പില് 300ഉം ലെഫ്റ്റില് 4ഉം ആണ്. അപ്പോ 300 ഇൻറ്റു 4, 3 ഇൻറ്റു 4 12 ആണ്. ദെൻ ആഡ് 2 സീറോസ്. ഇനി അടുത്തത് 20 ഇൻറ്റു എന്ത് വരെ എഴുതാം, നമുക്ക് 4 എന്ന് എഴുതാം. 2 ഇൻറ്റു 4 8 ആണ്. ദെൻ ആഡ് 0, 1 0 അല്ലെ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? 4 ഇൻറ്റു 4 ആണ്, അത് എത്രയാണ്? 16 ആണ്. ഇനി പറഞ്ഞ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യണം. ആണെങ്കിൽ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 7776 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഡിവൈഡ് ദി റിസൾട്ട് ബൈ 4. ഈ പറയുന്ന റിസൾട്ട്, നമുക്ക് കിട്ടിയ റിസൾട്ടിനെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യാം? 776 അല്ലേ. അപ്പോ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. 7776 ഡിവൈഡഡ് ബൈ 4 അല്ലെ. 4 വെച്ചിട്ട് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്തു 1000 ടൈംസ് 4 ചെയ്തു. അപ്പൊ എനിക്ക് ആൻസർ കിട്ടുക 4000 തന്നെയായിരിക്കും അല്ലെ. ദെൻ 6 റിമൈൻഡേഴ്സ് 6 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്. ദെൻ 37 നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. 36 കിട്ടുമല്ലോ. 36 എന്ന് പറയുമ്പോൾ ടേബിളിലുണ്ട് ഇല്ലേ. എത്ര ചെയ്യുമ്പോഴാ? 9 ടൈംസ്. ശരിയല്ലേ? 9 ടൈംസ് ചെയ്യുമ്പോൾ 36 കിട്ടുന്നുണ്ട്. അപ്പോൾ 9 ഇവിടെ എഴുതുക. ദെൻ 2 സീറോസും കൂടി ആഡ് ചെയ്യാനുണ്ട്, കാരണം ഈ ഇത് ബാലൻസ് ചെയ്യണമല്ലോ. ആ 2 സീറോസ് ആഡ് ചെയ്യാം. അപ്പൊ 36 ഇവിടെ എഴുതുക, 36 ഇവിടെ എഴുതും. ദെൻ ആഡ് 2 സീറോ. വീണ്ടും എന്ത് വരും? റിമൈൻഡർ വരും, ഉറപ്പല്ലേ? അപ്പൊ റിമൈൻഡർ 6 ഉണ്ട്, 7, ദെൻ 1. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടൈം വി ചൂസ് 70 അല്ലെ. 70 എന്ന് പറയുമ്പോൾ 16 എടുക്കാമല്ലോ നമുക്ക്. 16 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 അല്ലേ, 4. ദെൻ ഇവിടെ ഒരു ആളെയും കൂടിയും ഇത് ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഈ എടുത്ത 4ന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 ആഡ് ചെയ്താൽ മതി. അപ്പോ വീണ്ടും ബാലൻസ് എന്താ വരിക നോക്കുക. ബാലൻസ് 6 3 36 വരും അല്ലെ. 36 എന്ന് പറയുമ്പോൾ 36 എപ്പോൾ കിട്ടുക? 9 ടൈംസ് ചെയ്യുമ്പോൾ 36 കിട്ടുക. റിമൈൻഡർ എന്താ വരിക? 0 അല്ലെ. റിമൈൻഡർ 0. ദെൻ ഇത് ആഡ് ചെയ്യുക. 9 വരുന്നുണ്ട്, 4 കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു 9 ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ആൻസർ എന്ന് പറയുന്നത് 1949 ആണ്. ഓക്കെ, നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഈ ഒരു ഫൈനൽ ആൻസർ ഡിവിസിബിൾ ബൈ 10 വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക? ലാസ്റ്റ് ഡിജിറ്റ് 19 എന്തായിരുന്നു നമ്മുടെ ആൻസർ? 1949 അല്ലെ, ഐ തിങ്ക്. അപ്പൊ ഈ 9 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് അല്ലേ നമ്മൾ നോക്കുക. ഡിവിസിബിൾ ബൈ 10 ആവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആവണം അല്ലെ. ഒരൊറ്റ 0, ലാസ്റ്റ് 1 ഡിജിറ്റ് 0 ആവണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവണം. പക്ഷെ 0 അല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും? 9 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇത് ഡിവിസിബിൾ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് ഡിവിസിബിൾ. റിമൈൻഡർ എന്തല്ല? റിമൈൻഡർ ഈസ് നോട്ട് എന്തല്ല? 0 അല്ലെ. റിമൈൻഡർ എന്താവാൻ പാടുള്ളൂ? 0 ആവുമ്പോഴാണ് അത് ഡിവിസിബിൾ ആവുക അല്ലെ. അപ്പൊ ഇവിടെ 0 ആയോ? ഇല്ല, ഡിവിസിബിൾ
അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ റിമൈൻഡർ 9 ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം ടൈപ്പ് ആണ്. ഒരു പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ മാത്രം നോക്കി നോക്കാം നമുക്ക്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 76നെ സ്പ്ലിറ്റ് ചെയ്തു 70 + 6 അല്ലെ. ദെൻ 24നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 20 + 4. ഇനി എന്ത് ചെയ്തു? 70 × 20 ചെയ്തു. അപ്പോൾ 1400 ആണ് എനിക്ക് കിട്ടിയത്. അതുപോലെ 6 × 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ആണ് എനിക്ക് കിട്ടിയത്. 70 × 4 ചെയ്തപ്പോൾ 280 ആണ് കിട്ടിയത്. ഇനി 6 × 4 ചെയ്തപ്പോൾ 24 ആണ്. ഈ കിട്ടിയ എല്ലാ ആൻസറും കൂടിയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 1824 ആണ് കിട്ടുക. ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് നോക്കുക കേട്ടോ. കൺഫേം ചെയ്തിട്ട് വേണം ചെയ്യാൻ, ഉറപ്പാക്കുക കേട്ടോ അങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് കേട്ടോ. ഇനി എന്ത് ചെയ്യും? ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ചെക്ക് വെദർ ദി പ്രൊഡക്റ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. അപ്പൊ ഈ പറഞ്ഞ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണോ എന്ന് നോക്കാം. ഏതായിരുന്നു ആ പറഞ്ഞ നമ്പർ? 1824. അത് ഡിവിസിബിൾ ബൈ 8 ആണോ എന്നെങ്ങനെ നോക്കാം? ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായാൽ മതി? ഡിവിസിബിൾ ബൈ 8 ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറും ഈ 1824ഉം ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഇതിന് ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നമുക്കറിയാം ഈ ഒരു 8 കൺസിഡർ ചെയ്തു അല്ലെ. 8 കഴിഞ്ഞിട്ടുള്ള രണ്ട് നമ്പേഴ്സിന് പകരം ഞാൻ എന്തിട്ട് കൊടുക്കാം? നമുക്ക് 0 കൊടുക്കാം. 8 ഡിവിസിബിൾ ബൈ 8 ആയതുകൊണ്ടാണ് ഞാൻ 8 കൺസിഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് 0 ഇട്ട് കൊടുത്തു. പ്രശ്നമില്ലല്ലോ. ആ രണ്ട് നമ്പേഴ്സിന് 0 കൊടുത്തു. ശരിക്കും നമുക്ക് എന്താ വേണ്ടത്? 824 ആണ് കിട്ടേണ്ടത്. അതിന് പ്ലേസിൽ ഞാൻ 800 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി 824 കിട്ടണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്യണം, ഒരു 24 കൂടി ആഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ നോക്കിയേ, 824നെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 800 + 24 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇതിന് ഒരു ഡൗട്ടും ഇല്ല, അത് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 8 ആണ്. നമുക്ക് എന്ത് മാത്രം ചെക്ക് ചെയ്യണ്ടോ? 24 മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത്. 24 എന്ന് പറയുന്നത് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരിക? 0 ആണ് വരിക. കാരണം 8ന്റെ മൾട്ടിപ്പിൾ ആണ് 24. ശരിയല്ലേ? അപ്പൊ നമുക്കൊരു ഡൗട്ടും ഇല്ല, ഇത് രണ്ടും എന്താ തന്നെയാണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. സോ ഈ പറയുന്ന ആൻസറും ഈ 824ഉം ഡിവിസിബിൾ ബൈ 824 ഓൾസോ ഡിവിസിബിൾ ബൈ 8 അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, എന്തും പറയാം 1824 ഓൾസോ ഡിവിസിബിൾ ബൈ 8. ഓക്കെ ആയോ? ഇത് ഡിവിസിബിൾ ആണോ എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഡിവിസിബിൾ ആണ്. റീസൺ എന്താണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8. റിമൈൻഡർ എന്താ വരിക? റിമൈൻഡർ ഈസ് 0. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം കോൺസെപ്റ്റ് തന്നെ. പക്ഷെ ഡിവിസിബിൾ ബൈ 8 അല്ല, ഡിവിസിബിൾ ബൈ 5 ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു ആ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അത് ഒന്നും കൂടി എടുത്ത് ചെയ്താം. എന്തായിരുന്നു? 1824 അല്ലെ. കാരണം 1824 800 + 24 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിവിസിബിൾ ബൈ 5. അപ്പൊ നമ്മൾ ഒന്നും നോക്കണ്ട, ലാസ്റ്റ് ഡിജിറ്റ് അങ്ങോട്ട് നോക്കൂ അല്ലെ. നമ്മൾ ചെയ്യാൻ നോക്കോ? ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണവർ ചെയ്തോളൂ. ഞങ്ങള് പഠിച്ചത് എങ്ങനെയാണ്? ലാസ്റ്റ് ഡിജിറ്റ് നോക്കും. ലാസ്റ്റ് ഡിജിറ്റ് മോർ ദാൻ 5 ആണെങ്കിൽ ഞാൻ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. ഇത് മോർ ദാൻ 5 ഒന്നും അല്ല, മോർ ദാൻ 5 ആണ്. എക്സാമ്പിൾ ഞാൻ ചെയ്തു തരാം കേട്ടോ പിന്നീട്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 6 വിചാരിക്കും. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 + 1 അല്ലേ. 5 ഡിവിസിബിൾ ബൈ 5 ആണ്, പക്ഷെ 1 ഡിവിസിബിൾ അല്ല. അപ്പൊ അതിന്റെ റിമൈൻഡർ എന്തായിട്ട് എഴുതാം? നമുക്ക് 1 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാ. അപ്പൊ 1 ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി 4 നമുക്ക് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്തെന്നേ വരുള്ളൂ? 4 വരുള്ളൂ. സോ അവർ ആൻസർ ഈസ് 4. റിമൈൻഡർ എന്താ വരിക? 4 ഡിവിസിബിൾ ബൈ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കേട്ടോ. പ്രൊഡക്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ
റിമൈൻഡർ എന്താ കിട്ടിയത് 4, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 4. അപ്പൊ സിമ്പിൾ ആണ്, നമ്മൾ ആ റൂള് പഠിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഡിവൈഡ് 2304 by 6 യൂസിങ് റെക്ടാംഗിൾ ഡിവിഷൻ മെത്തേഡ്. ഇതും റെക്ടാംഗിൾ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ചെയ്തിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആൻസർ കേട്ടോ. 2304ന്റെ 4നെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടിയത് 384 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണോ കിട്ടിയത്? ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 into 3 ചെയ്യാന്ന് വിചാരിച്ചു. കാരണം 23 ആൻസർ ചെയ്തു അല്ലെ, അവിടെ ഒരു 23 ഉണ്ട്, കണ്ടോ നിങ്ങള്? 23 ഉണ്ട് അവിടെ. 23 ഞാൻ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തിട്ട് 23 എന്ന് പറയുമ്പോൾ അതിന് അടിയിൽ വരുന്ന നമ്പർ വേണം. അപ്പൊ 18 ഉണ്ടല്ലോ. അപ്പൊ 18 എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കിട്ടുക? 6 times 3 ചെയ്യുമ്പോൾ 18 കിട്ടും. പിന്നെ നമുക്ക് 2 ഡിജിറ്റും കൂടെ അപ്പുറത്തുണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 0 ഞാൻ ആഡ് ചെയ്യും. നമ്മൾ അങ്ങനെയല്ലേ ചെയ്ത് പഠിച്ചത്, അങ്ങനെ തന്നെ പോകും. എന്നിട്ട് എന്ത് ചെയ്തു, മൈനസ് ചെയ്യും. കാരണം റിമൈൻഡർ എടുത്തിട്ട് ഈ വീണ്ടും ഇതേപോലെ ഇതേ രീതിയിൽ മെത്തേഡ് തന്നെ സോൾവ് ചെയ്യും. ഇനി 50യുടെ അടുത്ത് വരുന്ന നമ്പർ ഏതാ? 50യുടെ അടുത്ത് വരുന്നതാണ്, മോളിക്ക് പോരുത്, താഴെ വരുന്ന നമ്പർ ഏതാണ്? ബിലോ വേണേ, ബിലോ 50 വേണം. അപ്പൊ 48 ഉണ്ട്. കാരണം 6 into 8 48 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 48 ഇവിടെ എഴുതുന്നു 50യുടെ താഴെ. എന്നിട്ട് ഇവിടെ ഒരു 0, അപ്പൊ ഒരാളും കൂടി നമുക്ക് ബാലൻസ് ചെയ്യണം. ആ ബാലൻസ് ചെയ്യണതാണ് എന്ത്? 0 ആഡ് ചെയ്ത് കൊടുക്കുക. 0 ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ പിന്നെ നമ്മൾ 4 into 6 ചെയ്ത് 24, മൈനസ് ചെയ്ത് കിട്ടുന്നത് 24 ആയിരുന്നു. 4 into 6 24 ആണ്. സോ അവർ ആൻസർ ഈസ് 384. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഇനി എന്താണ് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഡിവിസിബിൾ ബൈ 4 ആണോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ലാസ്റ്റ് 3 നമ്പർ ഏതാ? 304 അല്ലെ? അത് അത് 8ന്റെ കേസ് ആയിരുന്നു അല്ലെ. നമുക്ക് ലാസ്റ്റ് 3 നമ്പർ വേണ്ട, ലാസ്റ്റ് 2 നമ്പർ മാത്രം മതി. അപ്പൊ അത് 4 ആണ്, ഡൗട്ട് ഇല്ല. അപ്പൊ ഡിവിസിബിൾ ബൈ 4 ആണോ? അത് 4 ഡിവിസിബിൾ ബൈ 4 അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്കൊരു ഡൗട്ടും ഇല്ല, ഡിവിസിബിൾ ബൈ 4 ആണ്. ഇതിന്റെ റൂൾ എന്തായിരുന്നു? ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് divisible by 4 ആണെങ്കിൽ റിമൈൻഡർ is 0. that number also divisible by അല്ലെങ്കിൽ given number also divisible by 4. ഓക്കെ, ഇത്ര കാര്യം എഴുതുന്നുണ്ടോ? ഈ സെയിം കാര്യം തന്നെയല്ലേ ഇപ്പോഴും എഴുതുന്നത്. ലാസ്റ്റ് 2 ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ ദ ഗിവൻ നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 4. പഠിച്ചു വെക്കുക, അല്ലാതെ വഴിയില്ല. റിമൈൻഡർ എന്താണ് എഴുതിക്കുക? 0. കാരണം അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? റിമൈൻഡർ ആണ് അല്ലെ. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? 0. കഴിഞ്ഞു. സെയിം രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്കൂൾ കളക്റ്റഡ് 9,600 rupees. ഒരു സ്കൂള് കളക്ട് ചെയ്തിട്ടുണ്ട്. എത്ര റുപ്പീസ് ആണ്? 9,600 rupees ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഷെയർ ഈക്വലി 15 സ്റ്റുഡൻസ് യൂസിങ് സ്യൂട്ടബിൾ മെത്തേഡ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തോളൂ. ആൻസർ നമുക്ക് നോക്കാം. ഈക്വലി എമൗണ്ട് 15 സ്റ്റുഡൻസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 9,600 rupees ആണുള്ളത്. ഇത് 15 സ്റ്റുഡൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യണം. ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈക്വലി ഡിവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഡിവിഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് റെക്ടാംഗിൾ മെത്തേഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തോളൂ. സ്യൂട്ടബിൾ മെത്തേഡ് യൂസ് ചെയ്യാമെന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ റെക്ടാംഗിൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എനിക്കിഷ്ടമായത് ഇപ്പൊ റെക്ടാംഗിൾ മെത്തേഡാണ് കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുക, അതാ ഇഷ്ടം. അപ്പൊ 96 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 96 എന്ന് പറയുമ്പോൾ 50യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 96 വരുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ 15ന്റെ ടേബിളിൽ വരുന്നത് 90 വരുന്നുണ്ട്. എത്ര ടൈംസ് ചെയ്യുമ്പോഴാ? 6 times ചെയ്യുമ്പോൾ 6 times 15 is 90. ചെയ്ത് നോക്കുക. 1 times 5 15, 2 times 15, അങ്ങനെ ചെയ്ത് നോക്കുക. സമയം എടുത്ത് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് 90 കിട്ടും. 90 കിട്ടും. എപ്പോ? 6 times 15. പിന്നെ ഇവിടെ 2 0 അല്ലെ വരുന്നുണ്ട്. ആ 0 ഇവിടെ ബാലൻസ് ചെയ്താൽ മതി
അല്ലെ, 2 നമ്പേഴ്സ് അപ്പുറത്ത് കാണുന്നുണ്ട്, ആ 2 നമ്പേഴ്സ് ബാലൻസ് ചെയ്യാം 0 0. അപ്പൊ 90 0 0. ഓക്കെ ആയോ? ഓക്കെ. ദെൻ അതവിടെ എഴുതി, എന്നിട്ട് മൈനസ് ചെയ്തപ്പോ എനിക്ക് 600 വന്നു. അപ്പൊ 90 കിട്ടിയ പോലെ എനിക്ക് 60 കൺസിഡർ ചെയ്യാം, ശരിയല്ലേ? 600 ഞാൻ കൺസിഡർ ചെയ്യണില്ല, 2 ഡിജിറ്റേ കൺസിഡർ ചെയ്യണുള്ളൂ. നമ്മൾ ചെറിയ ആളുകളല്ലേ, അപ്പൊ ചെയ്തിരുന്ന് തുടങ്ങിയാൽ മതി. വലിയ ആളാണ്, എനിക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ 3 ഡിജിറ്റ് ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. ആൻസർ തെറ്റാതെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2 ഡിജിറ്റ് കൺസിഡർ ചെയ്ത് നോക്കി. അപ്പൊ 60 വരുന്നുണ്ട്. 60 എപ്പോഴാണ് വരിക? 4 ടൈംസ് 4 ടൈംസ് ചെയ്യുമ്പോഴാണ് 4 ടൈംസ് 15 ചെയ്യുമ്പോഴാണ് 60 കിട്ടുക. അപ്പോൾ 4 ടൈംസ് 15 ചെയ്തു. ദെൻ ഇവിടെ ഒരാളും കൂടി നമുക്ക് ഒരു ബാലൻസ് ചെയ്യണം, അപ്പൊ 0 അല്ലെ. എന്നിട്ട് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആരും ഇല്ല, 600 തന്നെ കിട്ടുന്നുണ്ട്. 40 ടൈംസ് 15 എന്ന് പറയുമ്പോൾ 600 ആണ്. അപ്പൊ ആൻസർ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 640 ആണ്. അപ്പൊ ഇതിന്റെ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. റിമൈൻഡർ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. 0 ആണ് റിമൈൻഡർ. പ്രത്യേകിച്ച് റിമൈൻഡർ 1 2 ഒന്നും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല. പക്ഷെ റിമൈൻഡർ എന്താണ്? 0 ആണ്. ഓക്കെ ആയോ? ഓക്കെ. ചെക്ക് വെദർ 9600 is divisible by 8. ഇത് divisible by 8 ആണോ? എവിടെ നോക്കിയാൽ മതി, ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? 8 വെച്ചിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ എന്താണ് ആൻസർ കിട്ടുക? ഒന്ന് പറഞ്ഞേ. 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോ 75 ആണ് എനിക്ക് കിട്ടിയ ആൻസർ. ശരി തന്നെയാണോ? നിങ്ങൾക്കും അത് കിട്ടുന്നുണ്ടോ? കിട്ടും കേട്ടോ, ചെയ്ത് നോക്കുക. 75. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. 600നെ 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡിവിസിബിൾ ബൈ 8 ആണ്. ഡിവിസിബിൾ ബൈ 8 ആണ്. സോ നമുക്ക് എന്തും പറയാം, 9600 ഈസ് divisible by 8. ഓക്കെ ആണോ? അതന്നെയാണ് അതിന്റെ റീസൺ എന്താണെന്ന് കൂടി വേണമെങ്കിൽ എഴുതി വയ്ക്കാം. റിമൈൻഡർ ഈസ് 0. ലാസ്റ്റ് 3 ഡിജിറ്റ് ഓൾറെഡി ഞാൻ എഴുതി തന്നുള്ള കാര്യമാണ്. ലാസ്റ്റ് 3 ഡിജിറ്റ് ഈസ് divisible by 8. That number is also divisible by 8. The remainder is in this time the remainder is 0. ഓക്കെ, ഇതാണ് റീസൺ. ഇത്രയും കാര്യങ്ങൾ എഴുതിയ ഫുൾ മാർക്ക് കിട്ടി. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയില് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. കുറെ ക്വസ്റ്റ്യൻസ് ഇനിയും വെയിറ്റിംഗ് ആണ്. അപ്പോ ഇത്ര പോരെ, ഇന്ന് ഇത്ര പോരെ, മതിയല്ലോ. അപ്പോ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം കേട്ടോ. ശരി.